പിന്നെ നൂർമല്ല പ്രസാദം കൂട്ടിയാണ് മറ്റേ നമ്മൾ പെരട്ടാനൊക്കെ കൊടുക്കുന്നത്. അതെ, എഫക്റ്റീവായിട്ടുള്ള ഇതാണ്. ധാരാളം ഒരുപാട് അനുഭവങ്ങളുണ്ടോ? ഒരുപാട് നല്ല 90% മാറിയിട്ടുള്ളത് ഇല്ലാത്തതില്ല. അപ്പം ഈ സർപ്പദോഷമായിട്ട് സംബന്ധിച്ചുള്ള സ്കിൻ ഡിസീസുകൾ ഉള്ളവർക്കൊക്കെ ആമയുടെ ക്ഷേത്രത്തിൽ വന്ന് ആ ഒരു എണ്ണ എന്നുള്ള ഒരു പ്രസാദം സ്വീകരിച്ച് അത് മാറ്റാൻ പറ്റും എന്നുള്ള ഒരുപാട് അനുഭവങ്ങളാണ് തിരുമേനിക്ക് തന്നെ ഉള്ളത്. ക്ഷേത്രത്തിന്റെ ഉള്ളിലൊരു വിളക്കുണ്ട്, ശിവന്റെ വീരഭദ്രന്റെ പുറയിലായിട്ട്. അത് ക്ഷേത്രം ഉള്ള കാലം തൊട്ടുള്ളതാണ്. പരശുരാമനായിട്ട് കത്തിച്ചൊരു വിളക്കാണത്. പ്രതിഷ്ഠിക്കുന്ന സമയത്ത് വെച്ചേക്കണ വിളക്കാണ്. അത് കടാവിളക്കായിട്ട് തന്നെയാണ് വെച്ചേക്കണത്. അപ്പൊ അതിലെ എണ്ണയാണ്, അതിൽ നിന്ന് എണ്ണ എടുക്കും. പിന്നെ കുറച്ച് എണ്ണയും വരെ ചേർത്ത് കൂട്ടി അതിന്റെ ഒരു അംശം ഞങ്ങൾ കൊടുക്കുന്ന എണ്ണയിൽ ഉണ്ടാവും അർത്ഥം. പക്ഷേ ഒരു സർപ്പ ദുരിതം ആവാഹിക്കുക, ആ ദുരിതം എന്ന് പറയുന്നത് ദുരിതം വളർത്തുന്ന ആവാഹിക്കാൻ പറ്റുള്ളൂ. ദുരിതം ഉണ്ടെന്ന് ഒരാൾ പറയണം. അതല്ലാതെ നമുക്ക് ഞങ്ങൾ കയറി ദുരിതം ഉണ്ടെന്ന് പറയില്ല ഒരാൾ, പറയില്ല. അപ്പൊ അതാണ് നമ്മൾ ജ്യോതിഷം പോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചിലപ്പോൾ ചില വഴിപാടുകൾ കഴിക്കാൻ പാടില്ലാത്ത വഴിപാടുകൾ ഉണ്ടാവും. അങ്ങനെയുണ്ട്. ഓരോ ദേവനും ഓരോ ഇതുണ്ട്. ഓരോ ദേവന്മാർക്കും അവരവരുടേതായ ഒരു ഇതുണ്ട്. അപ്പൊ ആ വഴിപാടുകൾ അവിടെ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്തത് ചെയ്യാൻ പാടില്ലെന്ന് പറയും. അപ്പൊ അതാണ് വരിക. അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ അതിൽ തെറ്റ് തിരുത്തേണ്ട ഒരു സന്ദർഭങ്ങളാണ് ഈ അഷ്ടമികൾ. അത് നടത്തി കഴിഞ്ഞാൽ ചൈതന്യ വൃഷ്ടിക്കായിട്ട് ചൈതന്യവർദ്ധനമായിട്ട് കലശങ്ങളൊക്കെ നടത്തി ആദരിച്ച് പിന്നെ വീണ്ടും പുതിയ രീതിയിൽ തുടർന്നു പോകാൻ പറയുന്നത്. അതാണ് നവീകരണം ചെയ്യണം. അതെല്ലാ 12 കൊല്ലം കൂടുമ്പോൾ ചെയ്യണം. ഈ പുറത്തുനിന്ന് വരുന്ന ഈ ദുരിതങ്ങൾ ആവാഹിച്ച് ക്ഷേത്രത്തെ കൊണ്ട് ധാരാളം കൊണ്ടുവന്ന് വരും. ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ അവരുടെ പരിഹാരക്രിയകളൊക്കെ നടത്തി പ്രതിഷ്ഠിക്കുമ്പോഴും മറ്റു പൂജകളൊക്കെ നടത്തുമ്പോൾ സർപ്പശാപം സർപ്പദോഷം എന്നൊക്കെ പറഞ്ഞു വരും. അതൊക്കെ ആവാഹിച്ച് ഇവിടെ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഇവിടെ ക്ഷേത്രത്തിലേക്ക് അതിനെ ഇരുത്തണം. അങ്ങനെ ഇരുത്തുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ വരുന്ന അതിങ്ങനെ കൂടുതൽ വരുന്നതോറും ക്ഷേത്രത്തിന് ചൈതന്യം താഴത്തേക്ക് വരും, മുകളിലേക്ക് പോകില്ല. നമ്മൾ ഈ ദുരിതങ്ങൾ വരുന്നതൊക്കെ മാലിന്യങ്ങളായിട്ടാണ്. അത് ഇവിടെ വരുമ്പോൾ അത് ഇവിടെയാണ് അത് സ്വീകരിക്കേണ്ട സ്ഥലമാണ്. ഇവിടെ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന് ബാലൻസിങ് ആയിട്ട് ഞങ്ങൾ മറ്റു പൂജകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നത്. അപ്പോൾ